ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഒരു സങ്കല്പം പോലെ നമ്മൾ 4 അധ്യായങ്ങൾ ഭാഗവത മാഹാത്മ്യത്തിൽ അപ്പോൾ നമ്മളൊന്ന് അർത്ഥവിചാരം ചെയ്ത് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയുണ്ടായി. ഓരോ വാക്കും ഭഗവാനെ അവിടത്തേക്കുള്ള അർച്ചനയായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇനി നമ്മളിന്ന് 5-ാമത്തെ അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. പതിവ് പോലെ 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മൾ ആ അധ്യായത്തിൻ്റെ കഥാസാരമാണ് പറയാറുള്ളത്. ഇന്നും നമ്മൾ 5-ാമത്തെ അധ്യായത്തിൻ്റെ കഥാസാരം പറഞ്ഞതിന് ശേഷം അടുത്ത സത്സംഗം മുതൽ അത് വ്യാസഭഗവാൻ എങ്ങനെ ശ്ലോകങ്ങളിലൂടെ വർണ്ണിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് 5-ാമത്തെ അധ്യായത്തിൽ എന്താണ് വ്യാസഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, ആ കഥയുടെ ബാക്കി നമ്മളിപ്പോൾ ധുന്ധുകാരിയുടെയും ഗോകർണൻ്റെയൊക്കെ കഥ പറഞ്ഞു വരികയായിരുന്നു. അവിടെ തൊട്ട് മുൻപുള്ള അധ്യായത്തിൽ ഗോകർണൻ്റെ ആ തത്വോപദേശം കേട്ട് വനത്തിലേക്ക് പുറപ്പെട്ട ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ, ആ പിതാവ് പുത്രൻ ഉപദേശിച്ചതുപോലെ തന്നെ ഭഗവത് സേവയിൽ മുഴുകിയിരുന്ന ഒടുവിൽ ഭഗവാനിലേക്ക് ലയിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാണ് 4-ാമത്തെ അധ്യായം അവിടെ വ്യാസഭഗവാൻ നിർത്തിയത്. ഇനി 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ ഇവിടെ ധുന്ധുകാരിയുടെ അച്ഛൻ മരിച്ചു. അതിനുശേഷം ധുന്ധുകാരി പിന്നെ പണത്തിനായിക്കൊണ്ട്, നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു, വീട്ടിൽ പാചകം ചെയ്യാനുള്ള പാത്രം വരെ എടുത്തുകൊണ്ട് പോയിരുന്നു. അപ്പോൾ ഇനിയും പണം തീരെ ഇല്ലാതെയായിരിക്കുന്നു, അത്രയും ദാരിദ്ര്യം ബാധിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളിടത്ത് വന്ന അമ്മയായ ധുന്ധുലി ദേവിയെ നിരന്തരം ദേഹോപദ്രവം ഏൽപ്പിക്കുവാൻ തുടങ്ങി. എന്തിനാ? എനിക്ക് പണം വേണം. പറയുന്നത് മുഴുവൻ ഒരമ്മയോട് പറയുവാൻ പാടില്ലാത്ത വാക്കുകളാണ്. പണം തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലും തുടങ്ങി വെറും മ്ലേച്ഛമായിട്ടുള്ള വാക്കുകളാണ് ആ ധുന്ധുകാരിയുടെ വായിൽ നിന്നും വീണത്. അങ്ങനെ സഹികെട്ട് ഒരു രാത്രി ധുന്ധുലി ദേവി മകൻ്റെ ഉപദ്രവം സഹിക്കാനാവാതെ കിണറ്റിൽ ചാടി ആ അമ്മ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇതിന് ശേഷം യോഗസംസ്ഥിതനായിട്ടുള്ള ആ രണ്ടാമത്തെ പുത്രൻ ഗോകർണൻ തീർത്ഥാടനത്തിനായിട്ട് പുറപ്പെട്ടു. ആ തീർത്ഥാടനത്തിന് പുറപ്പെട്ട ഗോകർണൻ സുഖം, ദുഃഖം, ബന്ധു, വൈരി തുടങ്ങിയ എല്ലാ ഭേദങ്ങളും ഉപേക്ഷിച്ചിരുന്നു. കാരണം തൻ്റെ കൺമുൻപിൽ കണ്ടു ഇതിനൊന്നും അർത്ഥമില്ല എന്ന്. താൻ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, വേദങ്ങളിൽ മാത്രമല്ല, തൻ്റെ കൺമുൻപിൽ കണ്ടു ഈ സുഖം, ദുഃഖം, ബന്ധു, ശത്രു ഇതൊക്കെ താൽക്കാലികമാണ്. ഇന്നത്തെ സുഖം നാളത്തെ ദുഃഖമാകാം, ഇന്നത്തെ ബന്ധു നാളത്തെ ശത്രുവാകാമെന്ന് കണ്ടറിഞ്ഞതുകൊണ്ട് തന്നെ അവയെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് തീർത്ഥാടനത്തിനായിട്ട് ഗോകർണൻ പുറപ്പെട്ടത്. ഗോകർണൻ പുറപ്പെട്ട് തീർത്ഥാടനത്തിന് പോയി. ഇവിടെ ധുന്ധുകാരിയാകട്ടെ 5 വേശ്യകളോടൊപ്പം ആ ബ്രാഹ്മണ ഗൃഹത്തിൽ, ആത്മദേവൻ്റെ ഗൃഹത്തിൽ വസിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 5 വേശ്യകളെ പോറ്റണമെങ്കിൽ അവരാകട്ടെ, ഈ വേശ്യകളാകട്ടെ ആഭരണങ്ങളിലും ആഡംബരങ്ങളിലുമൊക്കെ കാമാന്ധത ബാധിച്ചവരായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പോറ്റണമെങ്കിൽ അവരിലുള്ള കാമം കൊണ്ട് അന്ധനായി തീർന്ന ധുന്ധുകാരി തൻ്റെ മൃത്യുവിനെ പോലും കണക്കാക്കാതെ പല ദിക്കിലും അങ്ങനെ അലഞ്ഞു നടക്കുന്നു. എങ്ങനെയും പണം സമ്പാദിക്കണം. അങ്ങനെ എവിടെ നിന്നെങ്കിലുമൊക്കെ മോഷ്ടിച്ചെടുക്കുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും പണവുമൊക്കെയായിട്ട്
ധുന്ധുകാരി വീട്ടിൽ വരും. ഇതായി സ്ഥിരം പതിവ്. പക്ഷേ ആ വേശ്യകളെ ഉപേക്ഷിക്കാൻ അപ്പോഴും ധുന്ധുകാരി തയ്യാറായില്ല. തൻ്റെ ഉള്ളിലെ വാസന അപ്പോഴും ബലവത്തായി തന്നെ നിന്നു എന്ന് സാരം. തന്നെ പിതാവ് ഉപേക്ഷിച്ചു, മാതാവ് ഉപേക്ഷിച്ചു, കൂടപ്പിറപ്പും ഉപേക്ഷിച്ചു. എന്നിട്ടും അജ്ഞനായിട്ടുള്ള, അവിവേകിയായിട്ടുള്ള, അഹങ്കാരിയായിട്ടുള്ള ആ ധുന്ധുകാരിക്ക് ഇപ്പോഴും തൻ്റെ വാസനകളിൽ നിന്ന് ഒരല്പം പോലും, തൻ്റെ ആ തമോ ഗുണത്തിൽ നിന്ന് ഒരല്പം പോലും കുറവ് സംഭവിച്ചില്ല. അങ്ങനെ ഇത് സ്ഥിരം പതിവായി പോയി. മറ്റുള്ളവരുടെയൊക്കെ ആഭരണങ്ങളും പണവുമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് വേശ്യകളെ സന്തോഷിപ്പിച്ച് അവരിൽ നിന്നും തൻ്റെ കാമാർത്തി പൂരിതമാക്കിക്കൊണ്ട് കഴിഞ്ഞു വരവേ ഒരിക്കൽ ഈ വേശ്യകളൊക്കെ ചിന്തിച്ചു, ഇങ്ങനെ ഈ ധുന്ധുകാരി നിത്യവും പോയി മോഷ്ടിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ, ഒരു കാര്യം ഉറപ്പാണ്, ഒരു നാൾ രാജാവ് ഈ ധുന്ധുകാരിയെ പിടികൂടും. അങ്ങനെ പിടികൂടിയാൽ ഈ മോഷ്ടിച്ചു കൊണ്ടുവന്ന മുതലെല്ലാം എടുത്തുകൊണ്ട് രാജാവ് പോകും, ധുന്ധുകാരിയെ തൂക്കിലിടുകയും ചെയ്യും. അതുകൊണ്ട് ഈ ധുന്ധുകാരിയെ തന്നെ കൊന്നിട്ട് ഈ ധനമെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് വേറെ വല്ല ഇടത്തും പോയി സുഖമായിട്ട് താമസിച്ചാൽ എന്താ എന്നൊരു ചിന്ത. ഒടുവിൽ അവരങ്ങനെ തന്നെ വർത്തിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇങ്ങനെ തീരുമാനിച്ച് ഒരു ദിവസം ധുന്ധുകാരി വന്നപ്പോൾ അവൻ്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കി. എന്നിട്ടും ആ ധുന്ധുകാരി ചാകുന്നില്ല എന്ന് കണ്ടപ്പോൾ, മരണം പോലും അറച്ചു മാറി നിന്നതോ എന്നറിയില്ല, ആ ധുന്ധുകാരിയെ സ്വീകരിക്കാതെ മാറി നിന്നപ്പോൾ ഈ വേശ്യകൾ ചെയ്തത് ആ ധുന്ധുകാരിയുടെ വായിൽ തീ കോരിയിട്ടു. ഒടുവിൽ ആ തീയുടെ ചൂടിൽ കിടന്ന ആ ദുഷ്ടനായ ധുന്ധുകാരി വെന്തു മരിച്ചു. ആരും അറിയാതെ ഈ ശവം ആ വേശ്യകൾ ഒരു നീർച്ചുഴിയിൽ കൊണ്ടിട്ടു. അതിനുശേഷം നാട്ടുകാർ ചോദിച്ചപ്പോൾ തങ്ങളുടെ ഭർത്താവ് ദൂരദിക്കിൽ എവിടെയോ പോയിരിക്കുകയാണ്, പണക്കൊതിയൊക്കെ തീരുമ്പോൾ തന്നെ ഇങ്ങ് തിരിച്ചു വന്നുകൊള്ളും എന്നൊക്കെ അവർ പറഞ്ഞു. എന്നിട്ട് അവരവിടെ നിന്ന് ആ പണവും കൊണ്ട് സ്ഥലം വിടുകയും ചെയ്തു. ഇത് നമുക്ക് തരുന്ന ഒരു പാഠമാണ്. മരിച്ചാലും ശരി ഇതുപോലെയുള്ള കുലടകളെ ഒക്കെ ബുദ്ധിമാന്മാർ വിശ്വസിക്കരുത്. അഥവാ വഴിതെറ്റി നടക്കുന്ന എല്ലാവരുടെയും അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള കുലടകളെ വിശ്വസിച്ചാൽ അതുകൊണ്ട് പറ്റിയതാണ് ഇവിടെ ധുന്ധുകാരിക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടായത്. ഈ വേശ്യകളുടെയൊക്കെ തേൻ പൊഴിക്കുന്ന വാക്കുകളിൽ ധുന്ധുകാരി വല്ലാതെ മയങ്ങിപ്പോയി. മറിച്ച് ഈ വേശ്യകളെ സംബന്ധിച്ചിടത്തോളം അവർക്കങ്ങനെ ആരോടും ഒരു ആത്മബന്ധമൊന്നുമില്ല. അവർക്ക് അപ്പോഴത്തെ ആവശ്യത്തിന് തങ്ങൾക്ക് പണവും സമ്പത്തും ആഭരണങ്ങളും ഒക്കെ കൊണ്ട് തരുന്നവരുടെ പിന്നാലെ പോകുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതുകൊണ്ട് തന്നെ അവരുടെ വഴിയാണ് അവർക്ക് ശരിയായിട്ടുള്ളത്. ഇവിടെ വഴി പിഴച്ചത് ധുന്ധുകാരിക്കായിരുന്നു. എന്തായാലും അങ്ങനെ ദുഷ്ടകർമ്മങ്ങളൊക്കെ ചെയ്ത് ആ ഗ്രാമത്തിലുള്ളവരെ മുഴുവൻ ദ്രോഹിച്ചുകൊണ്ട് നടന്നിരുന്ന ധുന്ധുകാരി അങ്ങനെ മരിച്ചതിന് ശേഷം പ്രേതമായി തീർന്നു. ആ പ്രേതമാകട്ടെ ചുഴലിക്കാറ്റുപോലെ എല്ലാ സ്ഥലത്തും അങ്ങനെ പാഞ്ഞു നടന്നു. ചൂടും തണുപ്പും വിശപ്പും ദാഹവും ഒക്കെ കാരണം ആ സമയത്ത് ഇങ്ങനെ എമ്പാടും പാഞ്ഞു നടക്കുന്ന സമയത്ത് അറിയാതെ ഉറക്കെ വിളിച്ചു ദൈവമേ എന്ന്. അതുവരെ ആ ഒരു സംസ്കാരം
അല്പം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാതിരുന്ന ആ ധുന്ധുകാരി നോക്കൂ, മരണശേഷം ഇവിടെ തൻ്റേതെന്ന് കരുതുന്ന ആരും തന്നെയും തനിക്ക് വേണ്ടി ഇന്നില്ല. അതുകൊണ്ട് തന്നെ തനിക്കിച്ചിരി നീരിനോ ഇച്ചിരി ദാഹിക്കുന്നതിന് വെള്ളം തരാനോ ഇച്ചിരി അന്നം തരാനോ ഒരു വർഷത്തിലൊരിക്കൽ പോലും തനിക്കാരും ഇല്ലെന്ന് മനസ്സിലാക്കിയ ധുന്ധുകാരിക്ക് വിശപ്പും ദാഹവുമൊക്കെ സഹിക്കാൻ വയ്യാതെ ആയപ്പോഴാണ് ആ ഈശ്വര ചിന്ത ഉള്ളിൽ വരുന്നത്. പാഞ്ഞു നടക്കുമ്പോഴും ഉറക്കെ പറഞ്ഞു ദൈവമേ എന്ന്. അങ്ങനെ കുറച്ച് നാളുകൾക്കകം തന്നെ ഗോകർണനും ഈ കഥകളെല്ലാം കേട്ടറിഞ്ഞു. ഇപ്പോൾ അനാഥനായി നടക്കുന്ന തൻ്റെ ആ സഹോദരൻ്റെ പ്രേതത്തിന് ഗയയിൽ പോയിട്ട് ഗോകർണൻ ശ്രാദ്ധമൊക്കെ നടത്തി. തന്നെയല്ല, തീർത്ഥാടനത്തിന് പോയിരുന്നത് കൊണ്ട് തന്നെ ധാരാളം തീർത്ഥസ്ഥലങ്ങളിൽ ഗോകർണൻ സഞ്ചരിക്കുകയുണ്ടായി. അവിടെ എല്ലാം തന്നെയും ഈ തൻ്റെ സഹോദരന്, അനാഥപ്രേതമായി നടക്കുന്ന തൻ്റെ സഹോദരന് ശ്രാദ്ധം നടത്തുകയും ചെയ്തു. അങ്ങനെ നാട്ടിലെല്ലാം ഈ ഒരു തീർത്ഥാടനം പൂർത്തിയാക്കി ഗോകർണൻ സ്വന്തം ഗൃഹത്തിൽ രാത്രിയിലെത്തിയിട്ട് അതെങ്ങനെയാ ആരും കാണാതെ എത്തുന്നത്. അങ്ങനെ എത്തി മുറ്റത്ത് കിടന്ന് ഉറക്കവുമായി. കാരണം വീട്ടിലുള്ള എല്ലാം തന്നെയും ആ വേശ്യാസ്ത്രീകൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അങ്ങനെ മുറ്റത്ത് കിടന്ന് ഉറക്കമായി. വന്നതിൻ്റെ ക്ഷീണം. അങ്ങനെ തൻ്റെ ഗൃഹത്തിൻ്റെ മുറ്റത്ത് ആരോ ഒരു ബന്ധു വന്നു കിടന്നുറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ആ പ്രേതം, അതായത് ധുന്ധുകാരിയുടെ പ്രേതം, ആ പാതിരാത്രിയിൽ ഒരു ഭീകരരൂപിയായിട്ടാണ്. നോക്കൂ, ചുഴലിക്കാറ്റായി നടന്നിരുന്നതിന് എത്രമാത്രം ഒരു ഭീകരതയുണ്ടാവും. അങ്ങനെ ഭീകരരൂപിയായിട്ട് അവിടെ വന്നു. അങ്ങനെ വന്നിട്ട് ഈ ഗോകർണൻ്റെ മുൻപിൽ പല വേഷങ്ങൾ അവൻ മാറി. ആടായി, ആനയായി, പോത്തായി, ഇന്ദ്രനായി, അഗ്നിയായി, ഇടയ്ക്ക് മർത്യരൂപവും പൂണ്ടു. ഇങ്ങനെ പല രൂപമാറ്റവും അവൻ നടത്തി. ഇത് കണ്ടപ്പോൾ ഗോകർണന് മനസ്സിലായി ഇത് ഗതി കിട്ടാത്ത ഏതോ പ്രേതമാണെന്ന് ഉറപ്പിച്ചു. അങ്ങനെയൊരു പ്രേതം ഇവിടെ തൻ്റെ മുൻപിൽ വരണമെങ്കിൽ ഉറപ്പായും അത് താനുമായ സംബന്ധമുള്ള ആരോ ആവണമെന്നറിയാം. എന്നിരുന്നാലും ഗോകർണൻ ചോദിച്ചു, ഇത്രയും അതിഘോരനായിട്ടുള്ള നീ ആരാണ്? എന്തിനാ നീ ഇവിടെ വന്നത്? എങ്ങനെ നീ ഈ ഒരു രൂപത്തെ പ്രാപിച്ചത്? നീ പിശാചാണോ, പ്രേതമാണോ, അല്ല രാക്ഷസനാണോ? ഇങ്ങനെ പലതരത്തിലുള്ള മായാവേഷങ്ങൾ നീ കാണിക്കുന്നുണ്ടല്ലോ, മായാരൂപങ്ങൾ നീ കിട്ടുന്നുണ്ടല്ലോ. ഇങ്ങനെ ഈ ഗോകർണൻ്റെ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ ധുന്ധുകാരി ഉറക്കെ കരഞ്ഞു. അവന് മിണ്ടാൻ കൂടി വയ്യ. അവിടെ ആ ഗോകർണൻ്റെ അടുത്ത് ആംഗ്യം കൊണ്ട് താൻ ആരാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ഗോകർണൻ കയ്യിൽ ജലം എടുത്തിട്ട് അവൻ്റെ പുറത്ത് തളിച്ച് അവൻ്റെ പാപം നീങ്ങിയവനായി കഴിഞ്ഞപ്പോൾ ആ പ്രേതം ഗോകർണനോട് സംസാരിച്ചു തുടങ്ങി. അല്ലയോ ജ്യേഷ്ഠ, ഞാൻ അങ്ങയുടെ സഹോദരനായിട്ടുള്ള, ജ്യേഷ്ഠനല്ല അനുജൻ, അല്ലയോ സഹോദര, ഞാൻ അങ്ങയുടെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള ധുന്ധുകാരിയാണ്. എൻ്റെ ദുഷ്കർമ്മം കൊണ്ട് എൻ്റെ ബ്രാഹ്മണ്യമെല്ലാം നശിച്ചു പോയിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വിധത്തിലായത്. എൻ്റെ ഉള്ളിലെ അജ്ഞാനം കൊണ്ട് ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ഞാൻ ചെയ്തു പോയി. ഞാൻ ഒരുപാട് പേരെ ഹിംസിച്ചു. ഒടുവിൽ അതിനെല്ലാം ഒരു പ്രതികർമ്മമായി, ഏതൊരു കർമ്മത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു കർമ്മമുണ്ടാകുമെന്ന് പറയുന്നത് പോലെ ഇതിനൊക്കെയുള്ള മറുപടിയായി ഒരു കർമ്മമായി വേശ്യകളാൽ ദ്രോഹിക്കപ്പെട്ട് ഞാൻ വധിക്കപ്പെട്ടതാണ്. അങ്ങനെ ഞാൻ പ്രേതമായി തീർന്ന് അലഞ്ഞു നടന്ന് കഷ്ടപ്പെടുകയാണ്.
ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട്, ആ പോകുമ്പോഴും ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ പോകുന്നത് കൊണ്ട്, ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വായു ഭക്ഷിച്ച് ഇന്ന് ഞാൻ ജീവിക്കുകയാണ്. ഇന്നിപ്പോൾ എനിക്ക് മനസ്സിലായി നീ എൻ്റെ ബന്ധുവാണ്. അതുകൊണ്ട് തന്നെയുമല്ല, നിൻ്റെ കയ്യിലെ ജലം എൻ്റെ പുറത്ത് തളിച്ചപ്പോൾ ഞാൻ പാപവിമുക്തനായെങ്കിൽ നീ എത്രയോ മഹാനാണ്. എൻ്റെ കുലത്തിൽ ജനിച്ചെങ്കിലും നീ എന്നെപ്പോലെ അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കൃപാനിധിയായിട്ടുള്ള സഹോദര, നീ എന്നെ മോചിപ്പിച്ചാലും എന്ന് പറഞ്ഞു. ഇങ്ങനെ തൻ്റെ സഹോദരൻ്റെ ആ ധുന്തുകാരിയുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഗോകർണൻ പറഞ്ഞു, താൻ ഈ വാർത്തയൊക്കെ വീട്ടിലെത്തുന്നതിന് മുൻപേ കേട്ടിരുന്നു, നിൻ്റെ ഈ സങ്കടകരമായ കഥയൊക്കെ. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് ഗയയിൽ പോയിട്ട് പിണ്ടം വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എന്താണ് നിനക്ക് അങ്ങേക്ക് മോചനം കിട്ടാത്തത് എന്ന് ഓർക്കുമ്പോൾ വളരെ ആശ്ചര്യം തന്നെയാണ്. എനിക്ക് ആശ്ചര്യം തോന്നുന്നുണ്ട്. ഇങ്ങനെ ഗയാശ്രാദ്ധം ചെയ്തിട്ടും മുക്തി വരുന്നില്ലെങ്കിൽ പിന്നെ മറ്റൊരു ഉപായവും മുക്തിക്കായി ഇല്ല എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു തന്നാലും ഞാൻ അനുസരിക്കാം. ആ സമയത്ത് തൻ്റെ തെറ്റുകൾ ഓരോന്നോരോന്നായി ഒരു ഫ്ലാഷ് ബാക്ക് പോലെ തൻ്റെ ഉള്ളിലൂടെ കടന്നുപോയ ആ ധുന്തുകാരി പറഞ്ഞു, സഹോദര, നീ 1 അല്ല 100 ഗയാശ്രാദ്ധങ്ങൾ ചെയ്താലും എനിക്ക് മുക്തി കിട്ടുകയില്ല. കാരണം അത്രമാത്രം ദുഷ്കർമ്മങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് മറ്റെന്തെങ്കിലും മാർഗം നീ കണ്ടുപിടിച്ചേ മതിയാകൂ. പ്രേതം ഇങ്ങനെ പറയുന്ന കേട്ടപ്പോൾ ഗോകർണന് അത്യാശ്ചര്യമുണ്ടായി. കാരണം ശ്രാദ്ധത്തിലും മുക്തി കിട്ടിയില്ലെങ്കിൽ പിന്നെ മോചനം അസാധ്യമാണെന്നാണ് എൻ്റെ അറിവ്. ഒരു കാര്യം ചെയ്യ്, കുറച്ച് നാൾ നീ ഇങ്ങനെ പേടിക്കാതെ സ്വസ്ഥനായിട്ട് ഇവിടെ വസിക്കുക. അങ്ങയുടെ മുക്തിക്കുള്ള ഉപായം ഞാൻ എന്തെങ്കിലും കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് ആ ധുന്തുകാരിയെ ആശ്വസിപ്പിച്ചപ്പോൾ പ്രേതമായിരുന്ന ധുന്തുകാരി അവിടെ അങ്ങനെ സ്വസ്ഥനായിട്ട് ആ ഗ്രഹത്തിൽ അങ്ങനെ ഇരുന്നു. ഗോകർണനാവട്ടെ ആ രാത്രി മുഴുവന് ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായി. ഗോകർണൻ ഈ ഗൃഹത്തിൽ എത്തിയെന്നറിഞ്ഞുകൊണ്ട് സന്തുഷ്ടരായിട്ടുള്ള നാട്ടുകാരെല്ലാം അവിടെ ഓടി വന്ന്, എന്നിട്ട് ഈ രാത്രിയുണ്ടായ സംഭവം മുഴുവൻ ഗോകർണൻ അവരോട് പറഞ്ഞു. അത് എന്തിനാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ, ആ നാട്ടിൽ ഇതുപോലെയുള്ള വിദ്വാൻമാരും യോഗിമാരും ബ്രഹ്മജ്ഞരുമൊക്കെ ധാരാളമുള്ള ഒരു നാടാണ്. അവിടെ ഞാൻ പഠിച്ച ശാസ്ത്രത്തിൽ, എനിക്കറിയുന്ന ശാസ്ത്രത്തിന് അതീതമായി മോക്ഷോപായത്തിന് മറ്റു മാർഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തനിക്ക് ഉപദേശിച്ചു തരുമല്ലോ എന്ന് കരുതിയാണ് ഗോകർണൻ അവരോട് ഈ വിവരമെല്ലാം പറഞ്ഞത്. ആ സമയത്ത് അവർ പറഞ്ഞു, സൂര്യഭഗവാൻ ഒഴിച്ച് മറ്റാർക്കും ഇതിനൊരു ഉത്തരം തരാൻ കഴിയുകയില്ല. ഇത് കേട്ടതും ഗോകർണന് എളുപ്പം പോയി സൂര്യവേഗത്തെ തടുത്തു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ജഗത് സാക്ഷിൻ, ഈ ജഗത്തിന് മുഴുവൻ സാക്ഷിയായിട്ടുള്ളത് ആ സൂര്യഭഗവാനാണ്. അങ്ങ് എനിക്ക് എൻ്റെ സഹോദരനുള്ള മോക്ഷോപായം പറഞ്ഞു തന്നാലും. ഇത് കേട്ടപ്പോൾ സൂര്യഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ നീ, സപ്താഹമായിട്ട്, അതായത് 7 ദിവസം കൊണ്ട് ഭാഗവതം വായിച്ചാൽ മുക്തി കൈവരും, അത് ഉറപ്പാണ്. ഇങ്ങനെ ധർമ്മസ്വരൂപമായിട്ടുള്ള ആ സൂര്യഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട് എല്ലാവരും അതിനെ പിന്താങ്ങി. ശരി, നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഏതായാലും സൂര്യഭഗവാന്റെ വാക്കുകൾ വെറുതെ ആവില്ല. അങ്ങനെ ഗോകർണൻ ഭാഗവതം വായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാ നാട്ടിൽ നിന്നും ഈ സപ്താഹം കേൾക്കുവാനായിട്ട് ജനങ്ങളൊക്കെ വന്നെത്തി.
ഈ വന്നെത്തിയവരിൽ വിദ്വാൻമാരും ബ്രാഹ്മണരും മാത്രമല്ല, മൂഢന്മാരും വൃദ്ധരും അന്ധരും മുടന്തരും എല്ലാവരുമുണ്ട്. അവരൊക്കെ എന്തിനാ വരുന്നത്? ഈ ഭാഗവതം കേട്ടാൽ, സപ്താഹം കേട്ടാൽ പാപമുക്തി വരുമെങ്കിൽ ഞങ്ങളുടെയുമൊക്കെ പാപങ്ങൾ ഇല്ലാതെയായി തീരട്ടെ, ഞങ്ങൾക്കും ഭഗവാന്റെ കഥകൾ കേൾക്കണം എന്ന് കണ്ട് ഇവരെല്ലാം അവിടെ എത്തിച്ചേർന്നു. ഈ ഇത്രയും വലിയൊരു സഭ കണ്ടപ്പോൾ ദേവന്മാരും എത്തിച്ചേർന്നു. അവർക്കും അത്യത്ഭുതമായി ഭാഗവത കഥയുടെ മാഹാത്മ്യം. അത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലേ? പരീക്ഷിത് മഹാരാജാവിന് ദേവലോകത്തെ അമൃത് കൊടുത്തോളൂ, പകരം ഞങ്ങൾക്ക് ഈ ഭാഗവതാമൃതം തരൂ എന്ന് പറഞ്ഞ് വന്നിരുന്ന ആ ദേവന്മാര് ഇപ്പോൾ ഇതാ ഒരു അവസരം കിട്ടിയിരിക്കുന്നു ഭാഗവത കഥ കേൾക്കുവാൻ സപ്താഹമായിട്ട്. അവരും എത്തിച്ചേർന്നു. അങ്ങനെയിരിക്കെ പ്രേതവും അവിടെ വന്നു. അവിടെ വന്ന് എവിടെയാണ് തനിക്കിരിക്കാനുള്ള സ്ഥാനമെന്നൊക്കെ അന്വേഷിച്ചു. ഗോകർണൻ അപ്പോൾ ഒരു 7 കമ്പുള്ള ഒരു മുള കണ്ടു. അതിൻ്റെ കടയ്ക്കലുള്ള ഒരു തുള വഴി ആ ധുന്ധുകാരിയോട് കാറ്റായിട്ടുള്ളിൽ പ്രവേശിച്ച് അവിടെ അനങ്ങാതിരുന്ന് കേട്ടുകൊള്ളാൻ ഗോകർണൻ ഉപദേശിച്ചു. അങ്ങനെ ഇപ്പോൾ അവിടുത്തെ ഏറ്റവും മുഖ്യനായ ശ്രോതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ധുന്ധുകാരി തന്നെയാണ് എന്ന് പറയാം. ഏറ്റവും വലിയ ഭക്തനും ഇപ്പോൾ ധുന്ധുകാരിയാണ്. കാരണം ആ ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമേ തനിക്ക് പാപങ്ങളിൽ നിന്നും മോക്ഷം കിട്ടൂ എന്ന് ഉത്തമബോധ്യം വന്നിരിക്കുന്ന വ്യക്തിയാണ് ഇന്ന് ധുന്ധുകാരി. അങ്ങനെ ആ പ്രേതം മുഖ്യ ശ്രോതാവായിട്ട് അവിടെ ഇരിക്കുന്നു. ഭാഗവതം വായിക്കുന്നു ഗോകർണൻ, അതിൻ്റെ വ്യാഖ്യാനം പറയുന്നു. അങ്ങനെ ആദ്യത്തെ സ്കന്ധം മുതൽ അങ്ങോട്ട് തുടങ്ങി. സന്ധ്യയാകുമ്പോൾ നിർത്തും. പക്ഷെ ആദ്യത്തെ സ്കന്ധം വായിച്ച് അന്ന് സന്ധ്യ ആയപ്പോൾ നിർത്തിയപ്പോൾ അവിടെ ഒരു ആശ്ചര്യമുണ്ടായി. ആ മുളയുടെ ആദ്യത്തെ കമ്പ് വളരെ വലിയൊരു ശബ്ദത്തോടു കൂടി പൊട്ടി വീണു. രണ്ടാമത്തെ ദിവസം വായിച്ച് നിർത്തിയപ്പോൾ രണ്ടാമത്തെ കമ്പും പൊട്ടി. അങ്ങനെ മൂന്നാമത്തെ ദിവസം 3 കമ്പ് അങ്ങനെ പോയി. 7ാമത്തെ ദിവസം 7 കമ്പും പൊട്ടി. അങ്ങനെ 12ാമത്തെ സ്കന്ധവും കേട്ട് കഴിഞ്ഞപ്പോൾ പ്രേതം പാപമുക്തനായി തീരുകയും ചെയ്തു. ആ പാപമുക്തനായി തീർന്ന ആ ധുന്ധുകാരി ഭഗവാനുമായി സാരൂപ്യമോക്ഷം നേടുന്നു, ഭഗവാനിലേക്ക് ലയിക്കുന്നു. അതിനു മുൻപ് തനിക്ക് മോക്ഷത്തിനായി വർത്തിച്ച, തനിക്ക് മോക്ഷം നൽകിയ തൻ്റെ ആ സഹോദരനെ, ഇപ്പോൾ ധുന്ധുകാരിയുടെ വേഷമെന്താ? ഒരു മഞ്ഞ പട്ടുണ്ട്, മുകിൽ വർണ്ണനാണ്, കിരീട കുണ്ടലാദികളൊക്കെ ധരിച്ചിട്ടുണ്ട്, തുളസീമാല്യമുണ്ട്. ഇതൊക്കെയായിട്ട് അങ്ങനെ ദിവ്യരൂപം പൂണ്ടു നിൽക്കുന്ന ആ ധുന്ധുകാരി ഗോകർണനെ വീണ് നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? നീ എൻ്റെ ബന്ധുവാണ്, അല്ലയോ ഗോകർണ, നിന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ പ്രേതമുക്തനായത്. ആ പ്രേതബാധ പോലും, അഥവാ എല്ലാ പാപങ്ങളും ഇല്ലാതെയാക്കുന്നതാണ് ഈ ഭഗവത് കഥ. അങ്ങനെയുള്ള ഈ ഭാഗവത കഥ 7 ദിവസം കൊണ്ട് എനിക്ക് കേൾക്കുവാൻ അവസരമൊരുക്കി തന്ന ആ ഗോകർണനെ വീണ്ടും വീണ്ടും വീണ് നമസ്കരിച്ചു, സാഷ്ടാംഗം നമസ്കരിച്ചു. ഈ സപ്താഹയജ്ഞമാണ് എന്നെ കൃഷ്ണലോകത്തിൽ എത്തിച്ചത്. ഈ ഒരു സപ്താഹ ശ്രവണം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ എല്ലാ പാപവിചാരങ്ങളെയും അത് ഇല്ലാതെയാക്കി തീർക്കും. ഈ സപ്താഹം കൊണ്ട് നമ്മുടെ വാക്ക്, മനസ്സ്, കർമ്മം തുടങ്ങിയവയാൽ ഉണ്ടാകുന്ന എല്ലാ പാപവും, ഒരു അഗ്നി കാടിനെ എപ്രകാരമാണോ വിഴുങ്ങുന്നത് അതേപോലെ ഈ ഭാഗവത കഥ അങ്ങനെയുള്ള അബദ്ധ വിചാരങ്ങളെയൊക്കെ ഇല്ലാതെയാക്കി തീർക്കും. അവിടെ കൂടിയിരുന്നവരൊക്കെ അപ്പോൾ പറഞ്ഞു, ഈ ഭാരത മണ്ണിൽ
ഈ ഭാഗവത കഥ കേൾക്കാത്തവരുടെ ജന്മം തന്നെ വ്യർത്ഥമാണ്. കാരണം എപ്പോഴെങ്കിലും ഒരിക്കൽ ഈ ഒരു കഥ കേൾക്കേണ്ടിയിരിക്കുന്നു, ഭാഗവതം കേൾക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കേൾക്കാത്തവർ എന്തിനാണ് ഈ മനുഷ്യരൂപം പൂണ്ട് നടക്കുന്നത്? അസ്ഥിക്കോലില് രക്തവും മാംസവും ഒക്കെ പൂശി പുരീഷമൂത്രപാത്രത്തിൻ്റെ നാറ്റം അത് നമ്മുടെ ഈ തോലുകൊണ്ട് മൂടി ജന്മമൃത്യു പരിണാമത്താൽ അങ്ങനെ ദുഃഖിച്ചും ഏറ്റവും ഒടുവിലാകട്ടെ നമ്മുടെ ഈ മനുഷ്യരൂപം പൂണ്ട ശരീരം രോഗത്തിന് അടിമപ്പെടുകയും ഒടുവിൽ കൃമിവിഡ്-ഭസ്മസജ്ഞമായിട്ട് തീരുന്നതുമാണ്. ഈ ശരീരം എന്ന് പറയുന്നത് തന്നെ ക്ഷണഭംഗുരമാണ്. എന്നിട്ടും ഇതൊക്കെ അറിയാമായിരുന്നിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഭാഗവത കഥ കേൾക്കുക തന്നെ വേണം. അപ്പോഴാണ് ഒരു ജീവൻ്റെ ലക്ഷ്യം, മനുഷ്യരൂപം പൂണ്ട് ഇവിടെ വരുമ്പോൾ ഒരു ജീവൻ എന്താണ് ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. അത് മനസ്സിലാക്കിയാൽ ഈ ഭാഗവത കഥാരസത്തിൽ താല്പര്യമുണ്ടാവുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നു ഓരോ ജീവനും. ഈ സപ്താഹ ശ്രവണം കൊണ്ട് സാക്ഷാൽ ശ്രീഹരി ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്യാം. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ദോഷശാന്തിക്കും ഈ സപ്താഹ ശ്രവണം തന്നെയാണ് ഉത്തമമായിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒരു കഥയിൽ താല്പര്യമില്ലാത്തവരാകട്ടെ വെറും നീർപ്പോള പോലെയാണ്. അതായത് ജന്മം കൊള്ളുന്നതും പൊട്ടുന്നതും എളുപ്പമാണ്. നോക്കൂ, ഇവിടെ ആ മുള എന്ന് പറയുന്നത് ഒരു ജഡമാണ്, അതിന് ജീവനില്ല. പക്ഷേ ആ മുളയുടെ ഓരോ ഗ്രന്ഥിയും ഓരോ കമ്പും ഓരോ ദിവസത്തെ സപ്താഹം കേൾക്കുമ്പോൾ സപ്താഹം കഴിയുന്ന സമയത്ത് പൊട്ടുന്നു എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ 7 ദിവസം കൊണ്ട് 7 കമ്പുകളും പൊട്ടിയതിന് ശേഷമാണ് പാപമുക്തനാവുന്നത്. ഇവിടെ ഈ 7 ദിവസം കൊണ്ട് ഈ കഥ കേട്ട് ഓരോ ദിവസമായി നമ്മുടെ ഓരോരോ പാപങ്ങളെയും ഇല്ലാതെയാക്കി 7-ാം നാൾ ഹൃദയഗ്രന്ഥിയെ തന്നെ ഭേദിച്ചുകൊണ്ട് സാക്ഷാൽ ഈശ്വരഭാവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ഒരു കഥാതീർത്ഥം ഇത്രയും ഉത്തമമാണ് എന്ന് അറിയാതെ പാഴാക്കി കളയുന്നുവല്ലോ ഓരോ മനുഷ്യജന്മവും. ഏതായാലും ഗോകർണൻ ഇത്രയേറെ ഇതിൻ്റെ ഈ ഭാഗവത കഥയുടെ മഹാത്മ്യമൊക്കെ ആ വേദിയിൽ വിസ്തരിച്ചു. ആ സമയത്ത് അവിടെ ഒരു വിമാനം വന്നിറങ്ങുന്നു. അതിൽ വൈകുണ്ഠവാസികൾ സഞ്ചരിക്കുന്ന ഒരു വിമാനമായിരുന്നു. ആ വിമാനത്തിൽ ധുന്ധുകാരി ആ വൈകുണ്ഠത്തിലേക്ക് യാത്രയാവുകയും ചെയ്യുന്നു. അപ്പോൾ ഗോകർണൻ ഒരു സംശയം തോന്നി. എന്താ, ഇവിടെ എൻ്റെ സപ്താഹം കേട്ടിരുന്നത് ധുന്ധുകാരി മാത്രമല്ല, ധാരാളം പേരുണ്ട്, നിർമ്മലരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും അവരുടെ പാപങ്ങളിൽ നിന്നും മോചനം കിട്ടണം എന്നുള്ള ശുദ്ധമായ ഒരു ഉദ്ദേശ്യത്തോടു കൂടി വന്നവരാണ്. എന്തുകൊണ്ടാണ് അവർക്കൊക്കെ ഇതുപോലെ വൈഷ്ണവ ലോകത്തു നിന്നും വിമാനം എത്താത്തത്? ഇവരെല്ലാം ഒരേപോലെ സപ്താഹം കേട്ടവരല്ലേ? അപ്പോൾ വിഷ്ണുദാസന്മാരോട് തന്നെയാണ് ഈ ചോദ്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫലം, ഈ സപ്താഹ ശ്രവണത്തിൻ്റെ ഫലം വ്യത്യസ്തമായത്? എന്താണ് അതിന് കാരണം? അപ്പോൾ ഹരിദാസന്മാർ പറഞ്ഞു, ഓരോരുത്തരും കേൾക്കുന്നതിൻ്റെ വ്യത്യാസത്തിലാണ് ഫലത്തിലും ഭേദമുണ്ടാവുന്നത്. ഈ കേട്ടവരെല്ലാം ഒരേ രീതിയിൽ ഒരേ മട്ടിലത് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം.
ആ ശ്രവണ ഭേദത്തെ കൊണ്ടാണ് ഈ ഒരു ഭേദമുണ്ടായത്. 7 ദിവസം ഉപവാസം ഇരുന്നു കൊണ്ടാണിവിടെ ആ ധുന്ധുകാരി ഈ കഥ കേട്ടിരിക്കുന്നത്. തന്നെയല്ല, ഇത്രയേറെ അലഞ്ഞു നടന്ന് തൻ്റെ പാപങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വളരെ ഏകാഗ്രമായിട്ട് ഈ ഗോകർണൻ പറയുന്ന കഥയെ മനനം ചെയ്യുകയും ചെയ്തു. നമുക്കൊരല്പം അശ്രദ്ധയുണ്ടെങ്കിൽ ജ്ഞാനം പരിപൂർണമായി കിട്ടുകയില്ല, കേട്ടത് തന്നെ മറന്നു പോവുകയും ചെയ്യും. ഇങ്ങനെ മനസ്സിരുത്താത്ത കേൾവിയും അതുപോലെ തന്നെ അർത്ഥത്തെ തെറ്റിദ്ധരിക്കലും വ്യർത്ഥമാണ്. ഒരു അധർമ്മിഷ്ഠൻ്റെ കുലവും മൂർഖന് നൽകിയ ദാനവും വൃഥാവിലാണ് എന്ന് ഹരിദാസന്മാരിവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഗുരുവിൻ്റെ വാക്യത്തിൽ വിശ്വാസമുണ്ടാവണം. ഭാഗവത കഥ ശ്രവിക്കുന്നവർക്ക് അവിടെ ഞാൻ ദീനനാണെന്നുള്ളൊരു ഭാവമുണ്ടാവണം, മനോജയമുണ്ടാവണം. മനസ്സിനെയൊക്കെ അങ്ങോട്ട് ജയിച്ച് ഇത് മാത്രമാണ് ഇനി എനിക്ക് വേണ്ടത്, ഈ ഭഗവത് കഥ കേൾക്കുക മാത്രമാണ് വേണ്ടത് എന്ന ഒരു ബോധ്യമുണ്ടാകണം. അതേപോലെ ഭഗവാന്റെ കഥയിൽ ആ കഥാശ്രവണത്തിൽ ദൃഢമായ ഒരു രതിയുണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഭാഗവത കഥാശ്രവണം കൊണ്ട് വേണ്ടതായ ഫലം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഗോകർണ, നിനക്ക് ഭഗവാൻ ഗോലോകത്തെ നൽകുന്നതാണ്. എല്ലാവരും നിന്നെപ്പോലെ ശ്രദ്ധിച്ച് കേൾക്കുകയും പറയുകയും ചെയ്താൽ ഉറപ്പായും ഭഗവാന്റെ ദാസന്മാർ എത്തുന്നതാണ്. അവരുടെ മനോഭാവമാണ് കേൾക്കുന്നതിലെ ഭേദമാണ് അവർ എത്തിച്ചേരുന്നതിലും ഭേദമുണ്ടാക്കുന്നത്. ഇങ്ങനെ ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ട് ഹരിസ്തുതിയോടുകൂടി ആ ഹരിദാസന്മാർ വൈകുണ്ഠത്തിലേക്ക് പോയി ഗോകർണനുമായിട്ട്, ധുന്ധുകാരിയുമായിട്ട്. പിന്നെ ഗോകർണൻ ഇതിൻ്റെ ആ ഒരു മഹത്വം, സപ്താഹ ശ്രവണത്തിൻ്റെ, സപ്താഹ കഥനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ചിങ്ങത്തിൽ പിന്നെയും സപ്താഹം ചെയ്തു. എല്ലാവരും മുൻപത്തെ പോലെ തന്നെ വീണ്ടും കഥ കേൾക്കുവാൻ വന്നു. എന്നിട്ടിവിടെ പറയുക, ആ കഥ തീർന്നപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് അറിയുമോ നാരദ? ആരാ? നമുക്കറിയാം, സനകാദി മഹർഷിമാർ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം, അല്ലേ? അപ്പോൾ ആ കഥയുടെ ബാക്കി ഇവിടെ പറയുകയാണ്. എന്താണ് ഉണ്ടായതെന്ന് അറിയുമോ നാരദ മഹർഷിയെ? അത് കേട്ടോളൂ. അങ്ങനെ ഭക്തന്മാരുമൊത്ത് വിമാനങ്ങളുമായിട്ട് സാക്ഷാൽ ഹരി തന്നെ അവിടെ വന്നെത്തി. ആ വന്നെത്തിയപ്പോൾ അവിടമാകെ ഭഗവാന്റെ നാമശബ്ദവും ജയ ജയ ശബ്ദവും മാത്രമായിരുന്നു. ഭഗവാൻ അത്യധികം സന്തുഷ്ടനായിട്ട് തൻ്റെ പാഞ്ചജന്യമൊക്കെ മുഴക്കിയിട്ട് ആ ഗോകർണനെ പുണർന്ന് തനിക്ക് തുല്യനാക്കിയെന്ന് പറഞ്ഞാൽ ആ മോക്ഷത്തെ അങ്ങോട്ട് കൊടുത്തു. ഇത്ര ആളുകളെ ഭഗവാനിലേക്ക് എത്തിച്ചത് ആ ഗോകർണനാണ്. കഥ കേട്ടവരെയൊക്കെ ഭഗവാൻ മഞ്ഞപ്പട്ടും കാർവർണ്ണവും കുണ്ടലങ്ങളും കിരീടവും ഒക്കെ ഉള്ളവരാക്കി. അങ്ങനെ ആ ഗ്രാമത്തിലെ, അവിടെ ആ ഒരു സപ്താഹ കഥ കേൾക്കുന്നതിന്, ഭാഗവത കഥ കേൾക്കുന്നതിന് വന്നിരുന്ന ശ്വാക്കളെ വരെ ആ ഗോകർണൻ്റെ അത്യധികം കൃപ കൊണ്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നതിനായി ആ വിമാനത്തിൽ അവയൊക്കെ കയറ്റി. അങ്ങനെ ആ യോഗിമാർ മാത്രം കടന്നു ചെന്നിരുന്ന ആ വിഷ്ണു ലോകത്തിൽ, അതുപോലെ ശ്രീരാമചന്ദ്ര ഭഗവാൻ കോസലവാസികളെ എന്ന പോലെയാണ് അവരെ ഭഗവാൻ നയിച്ചത് നേരെ വൈകുണ്ഠത്തിലേക്ക്. അങ്ങനെ ആ സപ്താഹ ശ്രവണം കൊണ്ട് ഗോകർണനോടൊത്ത് അവിടെ കഥ കേൾക്കുവാൻ വന്ന എല്ലാവരും
സിദ്ധന്മാർക്കും സൂര്യചന്ദ്രന്മാർക്കും പോലും കടന്നു ചെല്ലുവാനാകാത്ത ആ പരമപദത്തെ ഭാഗവതം കേട്ടു എന്നുള്ള ഒരു പുണ്യം കൊണ്ട് തന്നെ അവിടേക്ക് എത്തിച്ചേർന്നു. ഇനി ഇവിടെ സനൽകുമാരാദി മഹർഷിമാർ വീണ്ടും കഥ പറയുകയാണ്. ഈ സപ്താഹയജ്ഞം തരുന്ന ഉജ്ജ്വലമായിട്ടുള്ളൊരു ഫലം അതിനി ഞാൻ എങ്ങനെയാണ് ഇതിൽ കൂടുതൽ വർണ്ണിക്കേണ്ടത്? കാരണം ആ ഗോകർണ ഗീതം കേട്ട എല്ലാവർക്കും ഭഗവാനിലേക്ക് എത്തിച്ചേരാനായി എന്ന് തന്നെയല്ല, പിന്നീട് ഒരു ജനിമൃത്യു ഉണ്ടായതേയില്ല. നമ്മൾ ഇല, വായു, ജലം എന്നിവയൊക്കെ ഭക്ഷിച്ചുകൊണ്ട് വളരെ ശുഷ്കരായിട്ട് ഉഗ്ര തപസ് ചെയ്താൽ പോലും, ഇനിയല്ല യോഗങ്ങൾ ശീലിച്ചാലും സപ്താഹ ശ്രവണത്തിൽ കിട്ടുന്ന ഫലം കിട്ടുകയില്ല. ആ ചിത്രകൂടത്തിൽ വാഴുന്നതായിട്ടുള്ള ശാണ്ഡില്യമുനിയും ബ്രഹ്മാനന്ദമഗ്നനായിട്ട് ഈ ഒരു ഭാഗവത കഥയെയാണ് സദാ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പ്രാവശ്യം കേട്ടാൽ പോലും ഈ പുണ്യാഖ്യാനം സർവ പാപങ്ങളെയും നശിപ്പിക്കുന്നതാണ്. ഇനി ഒരു ശ്രാദ്ധത്തിനാണെങ്കിൽ അത് ഉറപ്പായിട്ടും പിതൃതൃപ്തി വരുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിത്യവും നമ്മളിത് പഠിച്ചാൽ, അതിൽ ഒരു ശ്ലോകമെങ്കിലും പഠിച്ചാൽ, വായിച്ചാൽ, കേട്ടാൽ പോലും മോക്ഷം ലഭ്യമാകും. അതാണ് ഈ ഭാഗവത കഥയുടെ മഹാത്മ്യം. ഇവിടെ ധുന്ധുകാരിയെ പോലെ ഒന്ന് കേട്ടാൽ മതിയാകും, നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല, വായിക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാൽ പോലും ഭാഗവതം നിത്യവും ഒരു ശ്ലോകമെങ്കിലും, ഒരു വരിയെങ്കിലും കേൾക്കുവാൻ കഴിഞ്ഞാൽ തന്നെ ഭഗവാനിലേക്ക് എത്തിച്ചേരാനാവുമെന്ന് കാണിച്ചു തരുന്നു. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ആ 4-ാമത്തെ അധ്യായം വ്യാസഭഗവാൻ അവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത സത്സംഗത്തിൽ എങ്ങനെയാണ് വ്യാസഭഗവാൻ ഈ ഒരു കഥ ഭാഗവതം മൂലം ഗ്രന്ഥത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഭഗവാൻ പറയിപ്പിച്ച എല്ലാ വാക്കുകളും അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ഭഗവാനെ സമർപ്പിച്ചു കൊള്ളട്ടെ. സ്വീകരിക്കണമേ. എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇയുള്ളവളുടെ അവിവേകമാണെന്ന് കണ്ടു പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.